ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഘോഷങ്ങളും ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് സന്തോഷിനെയും ശ്രീലക്ഷ്മിനെയും കൂടിയിട്ട് യാത്ര അയക്കാൻ കേട്ടോ. അപ്പോൾ അവരങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിച്ച് യാത്ര ഒക്കെ പറഞ്ഞു പോകും. അതിനുശേഷം ബാക്കി ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ. പള്ളിയിൽ അച്ഛനും വിക്രമും സേതുവും അതുപോലെ മേരിയും വർഗീസും വേദയൊക്കെ കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, എന്തോ ഒരു നിയോഗ പോലെയാണ് നമ്മളെ വിക്രം ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോലും അറിയാതെ ഈ ഒരു മലമുകളിലേക്ക് അവർ കയറി വന്നത്. അവർ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തിനോ വേണ്ടിയിട്ടായിരുന്നു, എന്തിനോ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് ഇവർ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു. ദൈവം കൂട്ടി യോജിപ്പിക്കാൻ തീരുമാനിച്ചവരെ ആർക്കും പിരിക്കാൻ സാധ്യമല്ല. അത് ഇവനിലൂടെ തന്നെ ദൈവം നടത്തി തന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യം എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു തീരുമാനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെയും കൂടെ സഹായത്തോടു കൂടി ഇത് ചെയ്യാൻ എനിക്ക് പറ്റിയത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ഇനിയും നിന്നോടൊപ്പം തന്നെ നിന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് വേദയും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ദൗത്യമൊക്കെ കഴിഞ്ഞു. ഇനി ഇവർ നാളെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ മേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷമുണ്ട് കേട്ടോ, വേദന പിരിയുന്നതിൽ. അങ്ങനെ അവർ യാത്ര പറയാൻ കേട്ടോ. വിക്രമ് പറയുന്നുണ്ട്, ഞങ്ങൾ ഇനിയും വരും ഇവിടേക്ക്, കാരണം ഞങ്ങൾക്ക് അത്രയും ഇവിടെ ഉള്ളവർ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് നന്ദി പറയാണ് കേട്ടോ. അനിയൻകുട്ടിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതിനുശേഷം രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞു ഞാനിട്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞവർ പോകുകയാണ്. പിന്നെ അനിയൻകുട്ടിനെ വീട്ടിലാക്കിയതിന് ശേഷം ഒരു മലമുകളിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ഒരു തോന്നൽ, ഇവിടെ വന്നിരിക്കണം എന്ന് പറയാൻ കേട്ടോ. വേദന മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. വേദന ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കേണ്ട തലയിൽ. അപ്പോൾ വിക്രം പറയാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം എടുത്തൊരു സ്ഥലമല്ലേ ഇത്. സന്തോഷിനെയും ശ്രീലക്ഷ്മിനെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മലയിൽ വെച്ചിട്ടാണ് തീരുമാനം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ വരണമെന്ന് തോന്നി എന്ന് പറയാണ് കേട്ടോ. എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ അതെ, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനോട് ചെയ്ത് ചതിക്ക്, കുറച്ച് നാളത്തേക്കാണെങ്കിലും അനിയൻകുട്ടനോട് ഇതുപോലൊരു ചതി ചെയ്തതിന്, വരുണിനെ കൊന്നതിന്, അതുപോലെ തന്നെ പുളിക്കനെ തെളിവില്ലാതാക്കാൻ വേണ്ടി പുളിക്കനെ കൊന്നതിന് എല്ലാത്തിനും അവനോട് കണക്ക് ചോദിക്കണം എന്ന് പറയുകയാണേ. അന്നേരം അതിന് ശേഷം നല്ല സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ പേരിൽ അച്ചാച്ചൻ അങ്ങനെ ഒരു വില്ല് എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അവരത് വലിയ കാര്യമാക്കിയിട്ടുണ്ടെന്നും അവർക്കത് കിട്ടാൻ ആഗ്രഹമുണ്ടെന്നും ഒക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി അതൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കും ദീപ്തിക്കും മാത്രം അവകാശപ്പെട്ടതാണത്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം വേണം. മനുഷ്യന്മാർക്ക് ഇത്രയും ക്രൂരനാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ MD കസേരയിൽ വിക്രമിനെ ഇരുത്താൻ വേണമെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ഒരു ജീവിതമൊന്നും നമുക്ക് വേണ്ട വേദ. അച്ഛനും അമ്മയും പറഞ്ഞതുപോലത്തെ സന്തോഷത്തോട് സമാധാനത്തോട് കൂടിയിട്ടൊരു ജീവിതം നമുക്ക് മതി എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. നിയമത്തിൻ്റെ വഴി നമുക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അച്ഛൻ്റെ അടുത്ത് അനിയൻകുട്ടനെ കൊണ്ടു നിർത്തി സാക്ഷി പറയിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ തന്നെ മൊഴിയെടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുകയാണേ. വിക്രം പറയുന്നുണ്ട്, ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുകയാണേ. അപ്പോൾ നമുക്ക് നാളെ കാലത്ത് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് അവർ തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. വിക്രമിനോട് ചേർന്ന് ഇങ്ങനെ വേദ കുറേ നേരം അങ്ങനെ ഇരിക്കുന്നതൊക്കെ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും ജോബിയൊക്കെ കൂടിയിട്ട് ആ വീടിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എവിടെയാടാ അവൻ്റെ വീട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജോബിനോട്. ഈ ഒരു കയറ്റം കഴിച്ചെന്നാൽ അവരെ വീടെത്തും എന്ന് പറയുകയാണേ. എന്നാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെന്നിട്ട്, ഈ കോഴിക്കോടാണോടാ വീട് എന്ന് ശ്രീകാന്ത് ചോദിക്കണേ. അത് തന്നെയാണെന്ന് പറയട്ടോ. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, ഓഹോ, എന്തായാലും കാരാഗൃഹവാസം ഉള്ള പോലെ വൈദവ്യദോഷം കൂടി ഉണ്ടാവും. അതും കൂടെ കണ്ടതിന് ശേഷം നമുക്കിത് കളി അവസാനിപ്പിക്കാമെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയും, അത് കണ്ടിട്ട് ഞാനിവിടെ നിന്ന് പോകുള്ളൂ എന്ത് തന്നെയായാലും എന്ന് പറയട്ടോ. അങ്ങനെ വാതിലും വന്ന് നോക്കുമ്പോൾ വാതിലിങ്ങനെ പുറത്തുനിന്ന് കുറ്റിയിട്ട് പോയിരിക്കുകയാണല്ലോടാ പറയട്ടോ. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാകും. കാരണം അവരാഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ മുന്നിൽ തന്നെ ഉണ്ട്. അനിയൻകുട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അനിയൻകുട്ടനെ നോക്കി ചിരിക്കും. പെട്ടെന്ന് തന്നെ അനിയൻകുട്ടൻ ഇങ്ങനെ ഞെട്ടി എഴുന്നേൽക്കാണ് കേട്ടോ. ശ്രീകാന്തിനെ കണ്ടോട് കൂടിയിട്ട് പുളിക്കനെ കൊന്ന കാര്യങ്ങളൊക്കെ അനിയൻകുട്ടൻ്റെ മനസ്സിലൂടെ അങ്ങനെ മിന്നി മറിയാണ് കേട്ടോ.
അപ്പോൾ അനിക്കുട്ടൻ ആകെ പേടിച്ച് പറിക്കും. എന്താ നീ കണ്ടല്ലേ പുളിക്കനെ കൊല്ലുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ അനിക്കുട്ടൻ ഒന്നും മിണ്ടുന്നില്ല. വാടാ ഇങ്ങോട്ട് വാ എന്ന് പറയട്ടോ, ചേട്ടൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയട്ടോ. ചേട്ടാ എന്നൊന്നും ചെയ്യല്ലേ ചേട്ടാ, ചേട്ടാ എന്നൊന്നും ചെയ്യില്ല, നീ എന്തിനാ പേടിക്കുന്നത്, നീ വാട ഇങ്ങോട്ട് എന്നൊക്കെ പറയട്ടോ ചന്ദ്രശേഖരൻ. എടാ ഇവൻ ഇങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞിട്ടൊരു ഗുണ്ടനെ വിളിക്കാൻ കേട്ടോ. ഗുണ്ടാണെന്നുണ്ടെങ്കിൽ വന്നുങ്ങോട്ട് അനിയൻകുട്ടനെ എടുത്ത് ഒക്കത്ത് വയ്ക്കുകയാണേ. അനിയൻകുട്ടൻ കുതിര മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് വിക്രമും വേദയും കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെ മാറുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയും, ഇങ്ങനെ മാറിയതിലേ എനിക്ക് നല്ലൊരു പങ്കുണ്ട് എന്ന് പറയും കേട്ടോ. ആഹാ അതെനിക്കറിയാം, അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഭവതി, അടിയൻ വിധേയ വിനീതനായിട്ട് നിന്ന് അനുസരിച്ചോളാം എന്ന് പറയും. ഓ അത്രയ്ക്ക് വിധേയ വിനീതനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലേ ഇത് എക്സ് വിക്രം ഗുണ്ടയ്ക്ക് ചേരൂല എന്ന് പറയും. ആണോ, എന്നാൽ പിന്നെ എന്ത് വേണമെന്ന് നീ പറഞ്ഞു തുലക്കരി, അപ്പം ഞാൻ അതുപോലെ ചെയ്യാം എന്ന് പറയാണ് കേട്ടോ. അപ്പം ശരിക്കും ഒരു ഗുണ്ട കയറി വരികയാണ് കേട്ടോ. അപ്പം അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാണ് കേട്ടോ. അങ്ങനെ അവർ വീടിൻ്റെ അടുത്തെത്താണേ. വീടിൻ്റെ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്നെടുക്കണേ. വാതിൽ തുറന്നെടുക്കുന്നുണ്ടല്ലോ, വാതിലടച്ചതല്ലേ എന്ന് ചോദിക്കും. വേദ പറ അതെ വാതിലടച്ചിട്ടാണ് ഞാൻ പോയത്, ഇനി അനിയൻകുട്ടൻ ബാക്കിലൂടെ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടാവോ അങ്ങനെ ആലോചിച്ച് വേഗം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അനിയൻകുട്ടൻ കട്ടിൻ്റെ മൂലയിൽ ഇങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിക്രമം വേദം ചെന്നിട്ട് എന്താ അനിയൻകുട്ടൻ എന്താ കാര്യം, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുകയാണേ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നത് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെല്ലാവരും കൂടിയിട്ടൊന്ന് അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് വിക്രമും വേദം കൂടെ ആകെ പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് പറയും, ഓ ഞങ്ങൾ വരുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ വിക്രമേ, ഇനി എന്തായാലും അധികം ബലം പിടുത്തൊന്നും വേണ്ട, വേഗം വണ്ടിയിലേക്ക് കയറാൻ നോക്കും. എന്നിട്ടൊരു ഗുണ്ടനോട് പറയാണ്, ദേ ഇവർക്ക് മൂന്നാക്കും കയറാനുള്ള വണ്ടി ഇങ്ങോട്ട് എടുത്തോ വാവങ്ങളെ എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ വേദർ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും വിക്രം നെഞ്ചത്തേക്ക് ആഞ്ഞൊരു ചവിട്ടാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ. അങ്ങനെ ശ്രീകാന്ത് തെറിച്ചിട്ട് പുറത്തേക്ക് വീഴും. സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ തെറിച്ച് വീഴുന്നത്. ഉടനെ തന്നെ കട്ടിലിൻ്റെ അവിടെ കിടക്കയുടെ അടിയിലൊരു കത്തി ഉണ്ടാവും. ആ കത്തി എടുത്തുങ്ങാണ്ട് ചന്ദ്രശേഖരൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അത് കണ്ടോടുകൂടിയിട്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിത്തരിക്കും. അപ്പോൾ വേദനോട് വേഗം തന്നെ പോകാൻ പറയാണ് കേട്ടോ അനിയൻകുട്ടനെയും കൊണ്ട്. അങ്ങനെ വേദം ഓടി പോകുന്നുണ്ട്. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുകയാണേ. പക്ഷേ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ പേടിയാവുകയാണ് കേട്ടോ പോകാൻ. വിക്രമിനെ ഒറ്റയ്ക്ക് വെച്ചിട്ട് വേദ നീ വേഗം പോ, അനിയൻകുട്ടനെ കൊണ്ട് ഓടിപ്പോയിക്കോളാൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ലാസ്റ്റ് വേദ ഓടി പോകാണ് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖരനെയും കൊണ്ട് പതുക്കനെ നീങ്ങാണ്. അപ്പോൾ ശ്രീകാന്തൊക്കെ പിന്നിൽ കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് ഒരൊറ്റ ചവിട്ടി താഴെ ഇട്ടിട്ട് വിക്രം ഓടി പോകാണ്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറയുന്നത് അവളുടെ പിന്നിൽ കൂടെ ആൾക്കാരോട് ഓടാൻ പറഞ്ഞിട്ട് അവരങ്ങനെ ഓടുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.